പൂരത്തിന്റെ ആവേശത്തിന് പകരം ആശങ്കയുടെ നിഴലിലാണ് തൃശൂർ നഗരം. മുണ്ടത്തിക്കോട് കുട്ടംകുളത്തുണ്ടായ സ്ഫോടനത്തിന് നൊമ്പരത്തിലാണ് കേരളം. പൂരത്തിനായി വെടിക്കോപ്പുകൾ തയ്യാറാക്കുന്ന 8 പുരകളാണ് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തകർന്നത്. അപകടത്തിൽ 13 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്ത നമ്മെ വീണ്ടും ചില നടുക്കുന്ന ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പൂരം വെടിക്കെട്ടിന് തയ്യാറെടുക്കുന്ന ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു അപകടമല്ല, മറിച്ച് ആവർത്തിക്കപ്പെടുന്ന സുരക്ഷാ വീഴ്ചകളുടെ പുതിയൊരു അധ്യായം കൂടിയാണ്. എന്തുകൊണ്ടാണ് വർണ്ണവിസ്മയം തീർത്ത വെടിക്കെട്ടുകൾ പലപ്പോഴും കണ്ണീരായി മാറുന്നത്? നമുക്ക് നോക്കാം. പൂരത്തിന് ആവശ്യമായ അമിട്ടും കുഴിമിന്നിയും തയ്യാറാക്കുന്ന നിർമ്മാണശാലകളിൽ മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഒരിക്കൽ കൂടി ഉയരുന്നു. സ്ഫോടന വസ്തുക്കളുടെ നിർമ്മാണവും കൈകാര്യം ചെയ്യലും അങ്ങേയറ്റം അപകടകരമായ ജോലിയാണ്. ചെറിയൊരു അശ്രദ്ധ മതി വൻ ദുരന്തത്തിലേക്ക് വഴി തുറക്കാൻ. അപകടം നടന്ന സ്ഥലത്തെ സ്ഥിതി പരിശോധിച്ചാൽ നിയമങ്ങൾ പലപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടല്ല ഇത്തരം ദുരന്ത വാർത്തകൾ ഉയർന്നു വരുന്നത്. 1978 ഏപ്രിൽ 17 പൂര ദിവസം പുലർച്ചെ തിരുവമ്പാടി ഭാഗത്തിന്റെ വെടിക്കെട്ട് നടക്കുമ്പോൾ ഒരു അമിട്ട് ദിശ തെറ്റി കാണികൾക്കിടയിലേക്ക് പതിക്കുകയായിരുന്നു. അത് പൊട്ടിത്തെറിച്ചതോടെ ജനക്കൂട്ടത്തിനിടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടായി. ചിതറിയോടിയ ജനക്കൂട്ടങ്ങൾക്കിടയിലേക്ക് വീണ്ടും സ്ഫോടക വസ്തുക്കളുടെ ചീളുകൾ തറച്ചു കയറിയത് മരണസംഖ്യ വർദ്ധിപ്പിച്ചു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 5 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു നടുക്കുന്ന ഓർമ്മയാണ് 2006 പടുക്കാട് വെടിക്കെട്ട് ദുരന്തം. മുട്ടത്തിക്കോട് നടന്ന അപകടം പോലെ തന്നെ പൂരത്തിന് തൊട്ടു മുൻപ് വെടിക്കെട്ട് സാമഗ്രികൾ തയ്യാറാക്കുന്നതിനിടയിലാണ് അന്നും ദുരന്തം സംഭവിച്ചത്. പാറമേക്കാവ് ദേവസ്വത്തിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ തയ്യാറാക്കുന്ന പുരയിലായിരുന്നു സ്ഫോടനം നടന്നത്. സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കിടയിലായിരുന്നു അത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരിച്ചു. പിന്നീട് ആശുപത്രിയിൽ വെച്ച് പരിക്കേറ്റവർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 7 ഉയർന്നു. മരിച്ചവരെല്ലാം തന്നെ വെടിക്കെട്ട് നിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികളായിരുന്നു. 2021 2024 തൃശൂർ പൂരത്തിനിടെയുണ്ടായ അപ്രതീക്ഷിതമായ അപകടങ്ങൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ആഘോഷങ്ങൾക്കിടയിൽ സുരക്ഷ എത്രത്തോളം പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അവയെല്ലാം. 2021 പൂരത്തിനിടയിൽ തിരുവമ്പാടി ഭാഗത്തിന്റെ മടത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുമ്പോഴാണ് ഈ നടുക്കുന്ന അപകടമുണ്ടായത്. പഴയ നടുവിലാൽ പരിസരത്തെ ബ്രഹ്മസം മഠത്തിന് സമീപമുണ്ടായിരുന്ന കൂറ്റൻ ആൽമരത്തിന്റെ കൊമ്പ് പൊട്ടി വീഴുകയായിരുന്നു. പഞ്ചവാദ്യ ലഹരിയിൽ മരം പൊട്ടുന്ന ശബ്ദം ആരും കേട്ടില്ല. തിരുവമ്പാടി ദേവസ്വം പൂരം ആഘോഷ കമ്മിറ്റി അംഗമായിരുന്ന രമേശൻ, പൂങ്കുന്നം സ്വദേശി രാധാകൃഷ്ണൻ എന്നിവർ ഈ അപകടത്തിൽ മരിച്ചു. മരം വീണത് കൊറ്റൻകുളങ്ങര അർജുനൻ എന്ന ആനയുടെ മുന്നിലേക്കായിരുന്നു. ആന വിരണ്ടോടിയത് കൂടുതൽ ഭീതി പരത്തി. പഞ്ചവാദ്യ കലാകാരൻ കോങ്ങാട് മധു ഉൾപ്പെടെ 25ഓളം പേർക്ക് അന്ന് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് അന്നത്തെ പ്രധാന വെടിക്കെട്ട് റദ്ദാക്കി. തുടർന്ന് നിറച്ചുവെച്ച വെടിക്കോപ്പുകൾ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. പൂരത്തിനുണ്ടായ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കാൻ ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നിരുന്നു. ഓരോ തവണയും അപകടമുണ്ടാകുമ്പോൾ സർക്കാർ ഉന്നതതല അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകളിലെ ശുപാർശകൾ പലപ്പോഴും ഫയലുകൾ മാത്രമായി ഒതുങ്ങുന്നു. പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ ചില സുരക്ഷാ നിർദ്ദേശങ്ങളും തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ പ്രായോഗികമല്ലെന്ന് പറഞ്ഞ് ദേവസ്വങ്ങൾ പലപ്പോഴും എതിർക്കാറുണ്ട്. ഇവിടെയാണ് ഗവൺമെന്റും എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും ദേവസ്വങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നത്. ശബ്ദം കുറയ്ക്കണം, കെമിക്കലുകൾ കുറയ്ക്കണം എന്ന് സുപ്രീം കോടതി ഉത്തരവിടുമ്പോൾ പൂരത്തിന്റെ ആവേശം കുറയ്ക്കാനാകില്ല എന്നാണ് പൂരപ്രേമികളുടെ പക്ഷം. എന്നാൽ പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം സുരക്ഷാ നിയമങ്ങൾ കടുപ്പിച്ചു. ഇപ്പോൾ തൃശൂർ നടന്ന അപകടം സൂചിപ്പിക്കുന്നത് നമ്മൾ ഇപ്പോഴും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ കരിമരുന്ന് കൈകാര്യം ചെയ്യുന്നു എന്ന് തന്നെയാണ്. കുറച്ചുകൂടി ആധുനികവും ആകർഷകവുമായ ചൈനീസ് വെടിക്കെട്ടുകൾ പോലെയോ ലേസർ ഷോകളോ ശബ്ദം കുറഞ്ഞ എന്നാൽ വർണ്ണം കൂടുതലുള്ള പരീക്ഷണങ്ങളോ പൂരത്തിന് ഇനിയും അന്യമാണ്. ആഗോള നിലവാരത്തെക്കുറിച്ചും ലോക മാതൃകളെക്കുറിച്ചും സംസാരിക്കുന്ന കേരളീയർ പൂരത്തിന്റെ കാര്യത്തിൽ മാത്രം ഇപ്പോഴും പഴമയുടെ അശാസ്ത്രീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നത് പലപ്പോഴും അപകടങ്ങളുടെ കാരണമാകാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടുകൾ നടക്കുന്നത് ജപ്പാനിലാണ്. കേവലം ഒരു ആഘോഷം എന്നതിലുപരി അതൊരു വലിയ കലയും അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു ശാസ്ത്രമായും അവർ അതിനെ മാറ്റിയെടുത്തിരിക്കുന്നു. ഓരോ വെടിക്കോപ്പും ഒരു ഇലക്ട്രോണിക് മാച്ച് വഴി കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കും. കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ പ്രോഗ്രാം അനുസരിച്ച് കൃത്യമായ സെക്കൻഡുകളിൽ വൈദ്യുത പ്രവാഹം വഴി ഇവയ്ക്ക് തീ കൊളുത്തുന്നു. കരിമരുന്നായി ഉപയോഗിക്കുന്ന ഓരോ രാസവസ്തുവും ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യും. പൊട്ടിത്തെറിക്കാനുള്ള ശേഷി, ഈർപ്പത്തോടുള്ള പ്രതികരണം, അന്തരീക്ഷ താപനില മാറ്റം എന്നിവയെല്ലാം പരിശോധിച്ച ശേഷമേ അനുമതി നൽകൂ. ജപ്പാനിലെ ഹനാബി ഉത്സവങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അമിട്ടായ യോൺഷാക്കുദാമ അവിടെയാണ് പൊട്ടിക്കുന്നത്. ഇതിന് ഏകദേശം 420 കിലോ ഭാരമുണ്ട്. ഇത്രയും വലിയ സ്ഫോടക വസ്തു ഉപയോഗിക്കുമ്പോഴും അവിടെ അപകടങ്ങൾ ഉണ്ടാകാറില്ല. കാരണം അവർ പാരമ്പര്യത്തെയും സുരക്ഷാ സാങ്കേതിക വിദ്യയും കൈകോർത്ത് പിടിക്കുന്നു. 10 വർഷത്തെ ചരിത്രം നോക്കിയാൽ ജപ്പാനിലെ പൂരങ്ങളിലോ ആഘോഷങ്ങളിലോ കരിമരുന്ന് കാരണം ഒരു കൂട്ടമരണം പോലും നടന്നിട്ടില്ല. നാം ഇന്നും പഴയ രീതിയിലുള്ള ഓലപ്പുരകളിലും താൽക്കാലിക ഷെഡുകളിലുമാണ് വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്നത്.
ഉഷ്ണതരംഗം വർദ്ധിക്കുന്ന ഈ കാലത്ത് കരിമരുന്ന് കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിൽ താപനില നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല. മുട്ടത്തിക്കോടുണ്ടായ ദുരന്തം വിരൽ ചൂണ്ടുന്നത് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിലെ ഈ അശാസ്ത്രീയമായ പോരായ്മയിലേക്കാണ്. ഈ അപകടങ്ങളിൽ മരിക്കുന്നതിൽ ഭൂരിഭാഗവും വെടിക്കെട്ട് നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന സാധാരണക്കാരായ തൊഴിലാളികളാണ്. പൂരത്തിന് കോടികൾ ഒഴുക്കുമ്പോൾ ഈ അപകട സാധ്യതയുള്ള ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ ലൈഫ് ഇൻഷുറൻസോ ആധുനിക സുരക്ഷാ ഉപകരണങ്ങളോ നൽകുന്നില്ല എന്നത് ക്രൂരമായ സത്യമാണ്. പരമ്പരാഗതമായ കൈവിരുതുകൾക്കപ്പുറം ലബോറട്ടറി പരിശോധനകളിലൂടെയുള്ള വെടിമരുന്ന് മിശ്രണ രീതികൾ നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തൃശ്ശൂർ പൂരം നമ്മുടെ വികാരമാണ്, കേരളത്തിന്റെ പൈതൃകമാണ്. ആ പൈതൃകം നിലനിൽക്കണം. പക്ഷേ ആ വർണ്ണവിസ്മയം കണ്ട് കണ്ണു നിറയേണ്ടത് സന്തോഷം കൊണ്ടായിരിക്കണം, മറിച്ച് ഉറ്റവർ നഷ്ടപ്പെട്ട നൊമ്പരം കൊണ്ടാവരുത്.